പാലക്കാട് കൂറ്റനാട് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് പാപ്പാൻ മരിച്ചു. പാപ്പാൻ കുഞ്ഞുമോനാണ് മരിച്ചത്. മറ്റൊരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പാലക്കാട്ട് നിന്ന് നിഖിൽ, നേരത്തെ ഈ ഗുരുതരമായി പരിക്കേറ്റ പാപ്പാൻ ഇപ്പോൾ മരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ നിഖിൽ? ശ്രീജിത്ത്, ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം ഈ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഈ നേർച്ച കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് ഇടയുന്ന സാഹചര്യം ഉണ്ടായത്. കൂറ്റനാട് സുഹദാക്കളുടെ മഖാമിൽ നടന്നു വരുന്ന ആണ്ട് നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ ദേശോത്സവത്തിനിടെ ആനയെ എത്തിച്ചത്. പരിസര പ്രദേശത്തു നിന്നുള്ള 28 ടീമുകളിൽ നിന്നായി 47 ആനകൾ നഗര പ്രദക്ഷിണത്തിനായി ഘോഷയാത്രയിൽ പങ്കെടുത്തിരുന്നു. ഇത് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആന ഇടയുകയായിരുന്നു. ഈ ആനയാണ് ഒന്നാം പാപ്പാനായ കുഞ്ഞുമോൻ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനിടെ ആനപ്പുറത്തുണ്ടായിരുന്നവരും താഴെ വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഈ ആനയുടെ ആക്രമണത്തിൽ തന്നെ മറ്റൊരാൾക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. കുത്തേറ്റ കുഞ്ഞുമോനെ കുന്നംകുളത്ത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. എന്നാൽ വഴിമധ്യേ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. കൂറ്റനാട് നേർച്ചയിലെ വട്ടപ്പറമ്പൻസ് എന്ന ടീമിന്റെ ആനയാണ് ഇടഞ്ഞത്. ഈ ആനയെ തളച്ച ശേഷം ഇവിടെ നിന്നും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. നിരവധി വാഹനങ്ങളും മറ്റും ഇത് തകർത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിന്റെ ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം ഭീകരമായിരുന്നു ഈ ആന ഇടഞ്ഞ ശേഷമുള്ള അവിടുത്തെ ഒരു സാഹചര്യം എന്നുള്ളത്. 10:55 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ശ്രീജിത്ത്, നിഖിൽ പ്രമേഷ് പാലക്കാട് എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു.